ഇന്നേക്ക് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് വിതരണമാണ്. പൊതുച്ചോറ് കളക്ട് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് എല്ലാ വീടുകളും പോയിട്ട് കാര്യം പറയും. അങ്ങനെ ഓരോ യൂണിറ്റുകളിലെയും സഖാക്കള് പൊതുച്ചോറെല്ലാം കളക്ട് ചെയ്തിട്ട് നേരെ പാർട്ടി ഓഫീസിൽ കണ്ടാ വരിക. അങ്ങനെ എല്ലാ യൂണിറ്റുകളിലെയും പൊതുച്ചോറും കളക്ട് ചെയ്ത് നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് 2019 മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പൊതുച്ചോറ് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ജില്ലാ ഹോസ്പിറ്റലിൽ പൊതുച്ചോറ് വിതരണമുണ്ട്. ഈ കൊടുക്കുന്ന ഓരോ പൊതികളും ഓരോ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊതിക്കകത്ത് ചോറാണോ ചപ്പാത്തിയാണോ ഇഡ്ഡലിയാണോ എന്ന് കൊടുക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ 1, 2, 3, 4 പൊതിയൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത പൊതി കളയുക ചെയ്യാറുള്ളത്. എല്ലാവരും അല്ല, ചില ആൾക്കാർ അങ്ങനെയാണ്. പിന്നെ ഡിവൈഎഫ്ഐ കൊടുക്കുന്ന ഈ പൊതിച്ചോറ് വിതരണത്തിന് അനാശാസ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് അവഹേളിക്കുകയും കളിയാക്കുകയും ചെയ്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അവരെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ അത് ചെയ്യാനും പറ്റില്ല. പിന്നെ ഞങ്ങളുടെ മേഖലാ കമ്മിറ്റി പറഞ്ഞാൽ ഞങ്ങളുടെ പുൽപ്പള്ളി മേഖലാ കമ്മിറ്റിയാണ് കേട്ടോ. ഓരോ ദിവസവും ഓരോ മേഖലാ കമ്മിറ്റി ആയിരിക്കും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടാവുക. ഇനി മുതൽ നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജിലും പൊതിച്ചോറ് വിതരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടിരിക്കട്ടെ. ഡിവൈഎഫ്ഐയും ഇടതുപക്ഷവും എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.